നമ്മളെ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി എന്ന് പറയപ്പെടുന്ന വ്യാജസിദ്ധന് ഇപ്പം എന്ത് ചെയ്യാണ്, അവൻ തന്നെ എഴുന്നള്ളിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ പണ്ഡിതന്മാരെ ചീത്ത പറയാനും നിസ്സാരപ്പെടുത്താനും കളവ് പറയാനും സാക്ഷാൽ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി തന്നെ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ ജാഹിലായ ജഹ്ല് മുറക്കബായ മൗലവി ഒരുപാട് കളവ് പറയുന്നുണ്ട്. ഈ മരിച്ചോലെ പറ്റിയിട്ട് കളവ് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവരൊന്ന് സംഗതി എന്ത് ചെയ്യും, തിരുത്തൂല എന്നുള്ളൊരു ഉറപ്പ് ഈ വഹാബിക്കുണ്ട്. അങ്ങനെ വഹാബിന്ന് ഞാൻ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയെ വിളിക്കാനുണ്ടായ കാരണം വഹാബികൾക്ക് ചൂട്ടുപിടിച്ച് കൊടുക്കുന്നതും അവർക്ക് എന്ത് ചെയ്യാണ് ഏണി കൊടുക്കുന്നത്, അവർക്ക് ക്ലിപ്പ് കൊടുക്കുന്നതൊക്കെ ഈ വ്യാജന്മാരാണ് എന്നതിൽ യാതൊരു സംശയം ആർക്കില്ലല്ലോ. എന്നിട്ട് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള ഓനെന്ത് ചെയ്യാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിലുള്ള കാലത്ത് തന്നെ ഈ ഫിത്തനയും ഫസാദും കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവൻ പല ഉഡായിപ്പുകളും പറഞ്ഞു. വൈലത്തൂർ തങ്ങൾ പാപ്പാനെ പറ്റി കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി എന്ന് പറയപ്പെടുന്ന ആ മുനാഫിക്കായ മൗലവി എന്ത് ചെയ്തിട്ടുണ്ട്, കളവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദിനെ സംബന്ധിച്ച് കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി എന്ന് പറയപ്പെടുന്ന ഈ വ്യാജസിദ്ധനായ കപടനായ മുനാഫിക്കായ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ വെറുതെ പറയല്ല, പറയടോ അബ്ദുള്ള മൗലവി. അതുപോലത്തെ വലിയ ഉന്നതന്മാരായ ഔലിയാക്കന്മാര് പ്രത്യേകം പറഞ്ഞു തരികയും അവരെ ആദരിക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് പറയുകയും ഒക്കെ ചെയ്തു പഠിപ്പിച്ചു തന്ന തങ്ങന്മാരെ നാട്. അതിലൊന്നിപ്പോൾ ആർക്കും കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി തർക്കമില്ല. സി എം വലിയുള്ളാഹിൻ്റെ മഹത്വങ്ങളും തങ്ങന്മാരുടെ മഹത്വങ്ങളും അതിലൊന്നും മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. അനക്ക് തർക്കമുണ്ടെങ്കിൽ ഇജ്ജെന്ത് ചെയ്യാൻ ആ തർക്കം കൊണ്ടവിടെ നിൽക്കുക. ഇജ്ജ് പറഞ്ഞ കളവ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് ജനങ്ങൾ കേൾക്കട്ടെ. അതല്ലേ ഇജ്ജ് എന്ത് ചെയ്യണം, ഈ അയലറ്റൂണമാര് വലിയൊരു കാർപ്പറ്റും തോളിലിട്ടാണ് വന്നാൽ ഇജ്ജ് വലിയ ഷെയ്ഖാണെന്ന് സമൂഹം മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ദജ്ജാലാണെന്നാണ് സമൂഹം മനസ്സിലാക്കുക. കാരണം ഇജ്ജ് അത്രയും പക്ക മുനാഫിക്കായ ഖദ്ദാബായ മൗലവിയാണിത്. ഖദ്ദാബായ അത്രയും ഫ്രോഡായ മൗലവിയാണിത്. ഞാൻ വെറുതെ പറയല്ല, ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് നൗഷാദിനെ കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അത് പറയിപ്പിക്കും. ഇപ്പോൾ എന്ത് ചെയ്യാണ് ഇജ്ജ് ബാക്കി കാര്യങ്ങൾ പറ. കഴിഞ്ഞുപോയ അവരെ തട്ടകമായിരുന്ന നാടാണ് ഈ നാട്. ഈ നാട് ദീനിന്റെ പേരിൽ ബിസിനസ്സായോ കച്ചവടമായോ മാത്രം മാറി. അത് മാത്രമല്ല, കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി ആ നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാണ്, ആ മഹാനെ സംബന്ധിച്ച് കളവും വഞ്ചനയും പറഞ്ഞാൽ, ആ മഹാനെ സംബന്ധിച്ച് പച്ച നുണ എന്ത് ചെയ്യുക, മഹാൻ്റെ പേരിൽ പറഞ്ഞാൽ അതൊക്കെ മോശമാണ്. കച്ചവടക്കാരും അതുപോലെ എന്ത് ചെയ്യാണ് ബിസിനസ്സുകാരൊക്കെ ഏത് നാട്ടിലും എവിടെയും ഉണ്ടാവും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാലും അന്നെപ്പോലെ എന്ത് ചെയ്യാണ് മറ്റുള്ള കച്ചവടം നടത്തിയിട്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ഗതികേടൊന്നും ഞങ്ങളുടെ ഉലമാഇനോ പ്രവർത്തകർക്കും ഉണ്ടായിട്ടില്ല. അത് കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവിയും നീയുമാണ് അത്തരം വഞ്ചനയും കപട മുഖവും കാണിച്ച് സമൂഹത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത് എന്ന് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി പറ. റസൂലുള്ളാഹി എന്നതും ഔലിയാക്കൾ എന്നതും മശായിഖന്മാരെന്നതെല്ലാം നമ്മൾ പറയലൊരു പിരിവിന് വേണ്ടിയും പണം പിരിക്കാൻ വേണ്ടിയും അല്ല, അതിന് വേണ്ടി മാത്രമല്ല ഇജ്ജ് പറയേണ്ടത്. ഇജ്ജ് പറയേണ്ടത് എന്ത് ചെയ്യണം, ഇജ്ജ് കള്ളനല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ഇജ്ജ് ആലിമീങ്ങളെ പേരിലും അതുപോലെ ഔലിയാക്കളെ പേരിലൊക്കെ പച്ച നുണ പറയും. കാരണം എന്ത് ചെയ്യാണ്, ഇജ്ജ് കുമ്പളങ്ങ കട്ടോലെ പോലെയാണ് ഇജ്ജ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്ത് ചെയ്യണേ, ആളുകൾ ഇന്ന് കുമ്പളങ്ങ കട്ടോലെ തോള് നോക്കിയാൽ അറിയാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഇജ്ജ് എന്ത് ചെയ്ത് ഒരു വലിയൊരു ബ്ലാങ്കറ്റ് എന്ത് ചെയ്ത് തോളിൽ അങ്ങ് എടുത്തിട്ട്, നമ്മണ്ടല്ലോ പഴയ അകത്തപ്പള്ളിയിൽ എന്ത് ചെയ്യും, പള്ളിയിൽ ചെറിയ സ്രാമ്പിക്ക ഉണ്ടാവുമല്ലോ, ആ അകത്തപ്പള്ളിയിൽ എന്ത് ചെയ്യാണ് ചെറിയ കാർപ്പറ്റ് വിരിച്ചാൽ ഉണ്ടാവില്ല. സാധാ വലിയ ജമാഅത്ത് പള്ളി വിരിച്ചാൽ ഇത് കിട്ടൂല. കാരണം എന്ത് ചെയ്യാണ്, അതെന്ത് ചെയ്യാണ്, അവിടെ ആദ്യം അതിനനുസരിച്ച് സൗകര്യമുള്ളൂ, പഴയ പള്ളി ആയതുകൊണ്ട്. അപ്പോൾ എന്നതുപോലെ ഇജ്ജ് എന്ത് ചെയ്യാണ് വലിയൊരു കാർപ്പറ്റ് തോളിട്ടത് കൊണ്ട് ഇജ്ജ് വലിയ കുത്തുബാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഇജ്ജ് മനസ്സിലാക്കിയത്. ഇജ്ജ് കള്ളനാണെന്നാണ് സമൂഹത്തിൽ മനസ്സിലാകുന്നത്. ബാക്കി പറ. മാത്രമായി മാറുന്നതിന് പകരം അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളോടുള്ള ബന്ധം ഉറപ്പിക്കുക. അതൊക്കെ ഉറപ്പിക്കണം. പക്ഷെ സ്വാലിഹീങ്ങളെ വേഷം കെട്ടിയിട്ട് കപടനായി രംഗത്ത് വരണ്ടാന്ന്. ഞാനിവിടുത്തെ പള്ളിയിൽ ഓതിയതാ മഹാനരായ ഇജ്ജ് എവിടെല്ലാം ഓതിയിട്ട് ഉണ്ടാവും ഞങ്ങയെ ഇങ്ങോട്ട് അവിടെ കിടന്നിറങ്ങും, സബക്കിന് പങ്കെടുക്കൂല. അതുകൊണ്ട് അബൂജഹൽ എന്ത് ചെയ്യാണ്, മക്കത്തേരനല്ലേ, മുത്തുനബി ഞങ്ങൾ മക്കത്തുള്ളതല്ലേ, അതുകൊണ്ട് അബൂജഹലിന് മഹത്വം ഉണ്ടാവുമോ? ഇജ്ജ് അവിടെ ഓതിച്ചിട്ട് എന്ത് ചെയ്യാണ് അവിടെ മഹത്വം കൂടി എന്ന് മനസ്സിലാക്കിയത്? വലിയ സംഗതി ആളപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറിയ പി ഉസ്താദായ സമയം അവരെ വഫാത്തിന്റെ ഒരു മാസം ഏതാണ്ട് 2-3 ആഴ്ച മുമ്പ് വരെ എന്തിനാണ് കപടനായ അബ്ദുള്ള മൗലവിജി പച്ച നോണ പറയണത്?
ഇജ്ജാതിക്കാരുന്നോണ പറഞ്ഞിട്ട് ഇജ്ജ് പ്രത്യക്ഷപ്പെടണോ? കാരണം ചെറിയ പി ഉസ്താദ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശേഖൻ്റെ അടുത്ത് എൻ്റെ മറ്റോടത്തും ഇപ്പുറത്തൊക്കെ വന്ന് നിര പച്ച നുണ. അന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു അബ്ദുള്ള മൗലവി. ചെറിയ പി ഉസ്താദ് വന്നതിൻ്റെ ഒരു വീഡിയോ ഒന്ന് പ്രദർശിപ്പിക്കാൻ അനക്കും എൻ്റെ കോമാട്ട് ചാനൽ എല്ലാവർക്കും എന്ത് ചെയ്യാണ്, സ്വാഗതം ചെയ്യാണ്. എന്താണ് കോമാട്ട് ചാനൽ അബ്ദുള്ള മൗലവി, നിൻ്റെ വിവരക്കേടിൻ്റെ ഒരു കോലം നോക്കിച്ചു. ഇനി ഓൻ എന്ത് ചെയ്യാണ്, പൊന്മള ഉസ്താദ് പറയാത്തൊരു സംഭവം ഓൻ പറയുന്നുണ്ട്. അതിന് ഓൻ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞല്ലോ. ആ ദജ്ജാൽ ആയതുകൊണ്ടാണ് കോമാട്ട് ചാലിൽ അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന ഈ ആക്രി കച്ചവടക്കാരനെ പോലെ വന്ന ഈ വഹാബി മൗലവി ഉണ്ടല്ലോ, ഈ വഹാബികളെ ചുട്ടുപിടിക്കുന്ന അബ്ദുള്ള മൗലവി, കുരുവട്ടൂർ ഷെയ്ഖ് എന്ന് പറഞ്ഞ ഓൻ പൊന്മള ഉസ്താദിൻ്റെ പേരിൽ പച്ച കളവ് പറയും. നിങ്ങൾ കേട്ടോളി, പറടാ അബ്ദുള്ള മൗലവി. എന്നൊരുത്തന്റെ നാവിൽ നിന്ന് വന്നാൽ പിന്നെ ആ നാവിനൊരു കാവലും ഉണ്ടാവൂല. ആ നാവിൽ നിന്ന് അല്ലാഹുവിന്റെ കാവൽ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കാവലെടുത്തു കളയും. അങ്ങനത്തെ വിഷയം പറയുമ്പം അയാളോട് ഞമ്മക്കൊന്നും ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് എനക്കൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാ എന്നോട് ഞാൻ വെല്ലുവിളിക്കാണ് കോമാട്ട് ചാലിൽ അബ്ദുള്ള മൗലവി. പൊന്മള ഉസ്താദ് ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാനെ സാക്ഷിക്ക് പോലും പറ്റാത്ത ആളാണെന്ന് പറഞ്ഞതൊന്ന് തെളിയിക്കുമോ? അവിടെ പൊന്മള ഉസ്താദിൻ്റെ പ്രസംഗം ഫുള്ളൊന്ന് കേൾപ്പിക്കുമോ? ഉസ്താദ് പറഞ്ഞതെന്താണെന്നും അത് കിതാബ് തിരിയുന്ന, അതുപോലെ ഇൽമറിയുന്ന, മുത്തുനബി തങ്ങളുടെ ശരീഅത്തറിയുന്ന ഓരോ വ്യക്തിക്കും അറിയാം പൊന്മള ഉസ്താദ് പറഞ്ഞത് എന്താണെന്നും കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി അടക്കമുള്ള വ്യാജന്മാർ കേട്ടതെന്താണെന്നും വ്യക്തമാണ്, കൃത്യമാണ് ഇവിടെ. അതുകൊണ്ട് കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി എന്ന കച്ചവടക്കാരനായ മൗലവി, നീ ആക്രിക്കാരനായി വന്ന് ഇവിടെ ദീനി പറയാനോ ഔലിയാക്കളെ പരിഹസിക്കാനോ ഔലിയാക്കളെ വേഷം കെട്ടി നീ എഴുന്നള്ളിപ്പിക്കാനോ വന്നാൽ നിന്നെ ഇരുത്തേണ്ടടുത്തിരുത്താൻ സാധുക്കളായ മുതഅല്ലിമീങ്ങളായ ഞങ്ങളുണ്ട് ഇവിടെ. നിനക്ക് വായാടിയ ഈ പച്ചക്കളവ് പ്രചരിപ്പിക്കുന്ന കുഫർ മാത്രം പറയുന്ന ഈ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി ഉണ്ടല്ലോ, അവനെ പേറിയാൽ നാറിയവനെ പേറിയവനും നാറുമെന്ന് പറഞ്ഞതുപോലെ സർവ്വനാറികളായ ഒരുവട്ടൂരികളും നാറാൻ പോവുകയാണ്. നിങ്ങളുടെ ഓരോ കപടമുഖങ്ങളും സമൂഹത്തിലിതാ വലിച്ചിടുന്നു. നിങ്ങൾ വലിയ വീർവാദങ്ങൾ മുഴക്കിയിട്ടുണ്ട്. ആ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഞങ്ങളിടും, കൊണ്ടുവരൂ, കൊണ്ടുവന്നൊന്ന് കേൾപ്പിക്കൂ മൗലവി. ബാക്കി അവൻ പറയട്ടെ. അള്ളാന്റെ റസൂലിനെ വിഷമിപ്പിച്ചു. പല മൊയ്ലിയാമാരുടെ കൂട്ടത്തിൽ തന്നെ പലതിനോട് ഞമ്മക്കെന്താ വെറുപ്പ്. മടവൂര് ഒരു മൊയ്ലിയാര് അല്ല, കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവിയോടും കോമാട്ട് ചാലിൽ അബ്ദുള്ളയോടും പറയുന്നു, അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. നിനക്കും നിന്റെ കൂട്ടാളികൾക്കുമുള്ള വെറുപ്പ് അതേ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ പോലുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദിനെ പോലുള്ള തഹ്കീക്കുള്ള വലിയ ഇൽമിൻ്റെ ബഹറുള്ള പണ്ഡിതന്മാർ നിങ്ങളുടെ ഈ കുഫറിൻ്റെ വാദങ്ങൾ, നിങ്ങളുടെ ഈ അഹങ്കാരത്തിൻ്റെ പോക്കുകൾ തുറന്നു കാണിച്ചു. നിങ്ങൾ ഈ ജനങ്ങളെ കൊണ്ടുപോകുന്ന കുഫറിലേക്കാണ്, ജനങ്ങളെ കൊണ്ടുപോകുന്ന ദലാലത്തിലേക്കാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ജനങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞതിനുള്ള വെറുപ്പാണ് മൗലവി. ബാക്കി പറ. മദീനത്തെ പള്ളിന്റെ അടുത്ത കളവാട്ടോ അതേ മഹത്തുള്ള പള്ളിയാന്നും പറഞ്ഞു പറയാണ്ടിക്കോ മടവൂ. പറയാണ്ടിക്കോ മൗലവി. പറഞ്ഞതെന്താണെന്ന് നിനക്ക് തിരിഞ്ഞില്ലല്ലോ അബ്ദുള്ള മൗലവി. നീ പച്ച മുനാഫിക്കിൻ്റെ പണിയെടുത്ത് കപടനായി, കള്ളനായി, ഖദ്ദാബായി നീ വന്നപ്പോൾ നിൻ്റെ കുഫർ പ്രചരിപ്പിക്കാൻ ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ ഇവിടെ അനുവദിക്കില്ല എന്ന് കണ്ടപ്പോൾ നിനക്കുണ്ടായ ചെകുത്താനിളകലാണ്. ഇനി പൊന്മള ഉസ്താദ് എന്താ പറഞ്ഞതൊന്ന് ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. മദീനത്തെ പള്ളിയെ സംബന്ധിച്ചും നളജ് സുറ്റിയ പള്ളിയെ സംബന്ധിച്ചും മുന്നരായ ഷെയ്ഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് അതിൻ്റെ തുടക്കം മുതൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്നിട്ട് ഈ കാട്ടുവളപ്പിൽ നൗഷാദും അതുപോലെ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയും പറയുന്നതും രണ്ടും കൂടി നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ കപടമുഖം. ഉസ്താദ് പറയട്ടെ. മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കണ ഈ പള്ളി. ഒരുപാട് സംഗതിക്ക് ഇത് കാരണമാണ്. മദീനത്തെ പള്ളിയാണ്
അത് ഉസ്താദ് പറഞ്ഞത് എന്താന്ന് ഉസ്താദിനെ വിശദീകരിക്കുന്നുണ്ട്. ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അതല്ല പറഞ്ഞത്. ആ മദീനത്തെ പള്ളിയെ ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ്, സംശയം വേണ്ട ഈ പള്ളി. അതാണ് പൊന്മള ഉസ്താദ് പറഞ്ഞത്. ലോക മുസ്ലിമി മദീനത്തെ പള്ളിയെ അതിന് ബഹുമാനങ്ങളും സ്ഥാനങ്ങളും ഉണ്ടാകാൻ മുത്തുനബി തങ്ങൾ അവിടെയുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ആ നിലക്ക് എന്ത് ചെയ്യണം, ലോക മുസ്ലിമീങ്ങൾ മദീനത്തെ പള്ളി എന്ത് ചെയ്യുന്നു കാണുന്നുണ്ട്. അതുപോലെ മുത്തുനബി തങ്ങളുടെ ആ ആസാറ് എവിടെയുണ്ട്, നോളജ് സിറ്റിയിലുണ്ടല്ലോ. അപ്പം അതുപോലെ എന്ത് ചെയ്യും, അതുപോലെ എന്ത് ചെയ്യാണ്, ആ മദീനത്തെ പള്ളിക്ക് മഹത്വമുണ്ട്, അതുപോലെ മക്കത്തെ പള്ളിക്ക് മഹത്വമുണ്ട്, മസ്ജിദുൽ ഹറമിനൊക്കെ ഓരോ പള്ളിക്ക് അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് എന്നതുപോലെ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ കോഴിക്കോട്ട് നോളജ് സിറ്റിയിലെ പള്ളിക്ക് എന്ത് ചെയ്യണം, വലിയ മഹത്വമുണ്ട്. ഇതുപോലെ മദീന പള്ളിയെപ്പോലെ മഹത്വമുണ്ട്, അതിൽ സംശയം വേണ്ട എന്ന് ഉസ്താദ് പറഞ്ഞത്. അത് ഏത് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് അതിനൊക്കെ പാടം കണ്ട് കൂട്ടിക്കുഴച്ച് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഉസ്താദുമാരെ ചീത്ത പറയണം, പണ്ഡിതന്മാരെ പരിഹസിക്കണം എന്ന ഒരു ഡ്യൂട്ടിയല്ലാതെ ഈ കാട്ടുവളപ്പിൽ നൗഷാദിനും അതുപോലെ കോമാട്ട് ചാതിൽ അബ്ദുള്ള മൗലവിക്കും ഉണ്ടോ? എന്തിനാണ് മൗലവിമാരെ നിങ്ങൾ ഈ പച്ചക്കള്ളം പറഞ്ഞ് നടക്കുന്നത്? ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്? ഏതെങ്കിലും വ്യാജന്മാരിൽ നിന്നും അതുപോലെ എന്ത് ചെയ്യാണ്, പലിശപ്പണം കൊടുത്ത് ജീവിക്കുന്ന ഏതെങ്കിലും സ്വർണ്ണക്കച്ചവടക്കാരായ ഏതെങ്കിലും ഹാജിമാരിൽ നിന്ന് കുരുവട്ടൂരികളായ ആളുകൾ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്ത് സുന്നത്ത് ജമാഅത്തിനെ രക്ഷപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്.